ലഹരിയുടെ മായിക ലോകം എന്ന പരമ്പരയിലെ മൂന്നാമത്തെ എപ്പിസോഡ് ഗോൾഡൻ ട്രയാങ്കിളും ഗോൾഡൻ ക്രസന്റും. പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിക്കും ആകർഷകമായ സംസ്കാരത്തിനും പേരുകേട്ട കേരളം പക്ഷേ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ വർദ്ധിച്ചു വരുന്ന പ്രശ്നവുമായി മല്ലിടുകയാണ്. നീണ്ട തീരപ്രദേശവും അന്താരാഷ്ട്ര അതിർത്തികളോട് സാമീപ്യമുള്ള നമ്മുടെ സംസ്ഥാനം മയക്കുമരുന്ന് കടത്തുകാർക്ക് ആകർഷകമായ ഒരു പരദീസയായി മാറിക്കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ പ്രധാന മയക്കുമരുന്ന് ഉൽപാദക രാജ്യങ്ങളുമായിട്ടുള്ള സാമീപ്യം കേരളത്തിന്റെ മയക്കുമരുന്ന് വ്യാപാരത്തിന് ഊർജം നൽകുന്നു. 590 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാന തീരപ്രദേശം കള്ളക്കടത്തുകാർക്ക് അനുയോജ്യമായ ഒരു പ്രവേശന കേന്ദ്രമാണ്. കേരളത്തിലെ തിരക്കേറിയ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് മയക്കുമരുന്ന് കൊണ്ടുപോകുന്നതിന് സൗകര്യമൊരുക്കും. ലഹരി വസ്തുക്കളുടെ അമിതോപയോഗ നിരക്ക് സംസ്ഥാനത്തിന്റെ ഉയർന്ന ആത്മഹത്യാ നിരക്കിന് ഒരു പ്രധാന കാരണമായി വർത്തിക്കുന്നു. ലഹരി ഉൽപാദനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒഴിവാക്കാൻ സാധിക്കാത്ത രണ്ട് പ്രധാനപ്പെട്ട പേരുകളാണ് ഗോൾഡൻ ക്രസന്റും ഗോൾഡൻ ട്രയാങ്കിളും. ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ രണ്ട് മയക്കുമരുന്ന് ഉൽപാദക കടത്ത് മേഖലകളാണ് ഗോൾഡൻ ക്രസന്റും ഗോൾഡൻ ട്രയാങ്കിളും. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ എന്നിവ ഉൾപ്പെടുന്ന ഒരു ദക്ഷിണേഷ്യൻ മേഖലയാണ് ഗോൾഡൻ ക്രസന്റ്. ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് ഉൽപാദക മേഖലയാണിത്. ആഗോള ഉൽപാദനത്തിന്റെ 90% ഈ മേഖല വഹിക്കുന്നു. ഫലപ്രദമായ ഭരണത്തിന്റെ അഭാവം ഇവയെ മയക്കുമരുന്ന് ഉൽപാദനത്തിന് അനുയോജ്യമായ ഒരു വാസസ്ഥലമാക്കി മാറ്റും. മ്യാൻമാർ, ലാവോസ്, തായ്ലൻഡ് എന്നിവ ഉൾപ്പെടുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു പ്രദേശമാണ് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹെറോയിൻ, മെത്താംഫിറ്റമിൻ എന്നിവയുടെ പ്രധാന ഉൽപാദകരാണിവർ. ഈ പ്രദേശത്തിന്റെ ദുർഘടമായ ഭൂപ്രകൃതി, വിള്ളലുകളുള്ള അതിർത്തികൾ, അഴിമതി എന്നിവ ഈ പ്രദേശത്തെ മയക്കുമരുന്ന് കടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കി മാറ്റി. കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന മയക്കുമരുന്നുകൾ സാധാരണയായി തെക്ക് കിഴക്കൻ ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ വിവിധ ദേശീയ, അന്തർദേശീയ സ്രോതസ്സുകളിൽ നിന്നാണ് വരുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യ, അതായത് ആസാം, മേഘാലയ, മണിപ്പൂർ, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവയാണ് ദേശീയ സ്രോതസ്സുകൾ. സംസ്ഥാനത്തെ മയക്കുമരുന്ന് വിതരണ ശൃംഖലയെ നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. മത്സ്യബന്ധന വലകൾ, ഇന്ധന ടാങ്കുകൾ അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റുകൾ എന്നിവയിൽ മയക്കുമരുന്ന് യഥേഷ്ടം ഒളിപ്പിച്ചു കടത്തുന്നു. അയൽ രാജ്യങ്ങളിൽ നിന്നോ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നോ സ്പീഡ് ബോട്ടുകളിലും മയക്കുമരുന്ന് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. തീരദേശ ഗ്രാമങ്ങളെ വിതരണ ശൃംഖലയുടെ സ്രോതസ്സായി ഉപയോഗിക്കപ്പെടുമ്പോൾ ഒറ്റപ്പെട്ട തീരദേശ ഗ്രാമങ്ങളിൽ മയക്കുമരുന്ന് ഇറക്കി പിന്നീട് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമാണ് വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനം നേരിടുന്നത്. നിരവധി മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസുകൾക്ക് സാക്ഷ്യം വഹിച്ച ഈ മേഖലകളിൽ ഇത് നിയമവിരുദ്ധ വ്യാപാരത്തിന്റെ വ്യാപ്തിയും സങ്കീർണതയും തുറന്നു കാട്ടുന്നു. കേരളത്തിലെ ചില പ്രശസ്തമായ മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസുകൾ ഇവയൊക്കെയാണ്. എടക്കാട് കള്ളക്കടത്ത് കേസ്. 2011 കണ്ണൂർ എടക്കാട് ഒരു വീട്ടിൽ നിന്ന് ഏകദേശം 10 കോടി രൂപ വിലമതിക്കുന്ന 10 കിലോ ഹെറോയിൻ പിടികൂടുകയുണ്ടായി. കള്ളക്കടത്ത് ശൃംഖലയിലെ നിരവധി പ്രധാനികളെ അന്ന് അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് ഈ കേസ് വഴിവെച്ചു. ബേപ്പൂർ കള്ളക്കടത്ത് കേസ്. 2013 ബേപ്പൂർ തീരത്ത് ഒരു മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 15 കോടി രൂപ വിലമതിക്കുന്ന 15 കിലോ ഹെറോയിൻ പിടികൂടി. മയക്കുമരുന്ന് കള്ളക്കടത്തിനായി തീരദേശ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു എന്നതിനുള്ള തെളിവായി ഈ കേസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരള തമിഴ്നാട് കള്ളക്കടത്ത് റാക്കറ്റ്. 2018 തമിഴ്നാട് നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന ഒരു വലിയ സംഘം തന്നെ പിടിയിലായി. 5 കിലോ ഹെറോയിൻ പിടിച്ചെടുത്തിരുന്നു അന്ന്. മയക്കുമരുന്നിന്റെ അതിർത്തി കടന്നുള്ള സ്വഭാവം ഈ കേസ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2022 ഒക്ടോബറിൽ എറണാകുളം അമ്പലമേടിൽ നിന്ന് 200 കിലോഗ്രാം ഹെറോയിൻ, 2023 2525 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്തും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടിച്ചെടുക്കുകയുണ്ടായി. 2 കേസുകളിലും നിരോധിത മയക്കുമരുന്ന് ഇറാനിൽ നിന്നാണ് കൊണ്ടുവന്നതെന്ന് കണ്ടെത്തി. 7 ഇറാനിയൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡും ചെയ്തു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് കാർട്ടലുകളും കടത്തുകാരും സംസ്ഥാനത്തിന്റെ ദുർബലമായ അതിർത്തികളിലും കുതിച്ചുയരുന്ന ടൂറിസം വ്യവസായത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മയക്കുമരുന്നിന്റെ വ്യാപനം നിയന്ത്രിക്കാൻ സംസ്ഥാനം പെടാപ്പാടുപെടുകയാണ്. അസ്വസ്ഥജനകമായ ഒരു പ്രവണത ഉയർന്നു വന്നിട്ടുണ്ട്: വിദേശ പൗരന്മാരുടെ വ്യാപാരത്തിലെ പങ്കാളിത്തം. സംസ്ഥാന പ്രതിരോധത്തെ തകർക്കാൻ ഭീഷണിയാകുന്ന സങ്കീർണമായ ശൃംഖലകളും തന്ത്രങ്ങളും അവരോടൊപ്പം മെനയപ്പെടുന്നു. കേരളത്തിന്റെ യുവജനങ്ങളുടെ ഭാവി ഒട്ടും തന്നെ സുരക്ഷിതമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
LSD എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ലൈസർജിക് ആസിഡ് ഡൈലത്തമൈൻ, മെത്തലിൻ ഡിയോക്സി മെത്താംഫിറ്റമൈൻ എന്ന MDMA മുതലായ സിന്തറ്റിക് ഡ്രഗ്സ് കേരളത്തിലെ യുവാക്കളുടെ ജീവിതത്തിൽ അനായാസമായി എത്തിപ്പെട്ട വഴികളുടെ നേർക്കാഴ്ചയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സാഗ് ന്യൂസ് തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.